ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ മേലും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ലാതെ ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു വെക്കുകയാണ്. ഈശോ യോഹന്നാൻ ശ്ലീഹയിലൂടെ വചനം പറയുകയാണ്, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന സമയം വരുന്നു, അല്ലാതെ ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. സ്നേഹമുള്ളവരെ, എന്താണ് ഈ ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന? ആ ആരാധനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പ്രതിഫലം കൂടാതെ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയ്ക്കെന്ന് പറയുന്ന പേരാണ് ആത്മാവിലുള്ള ആരാധന. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തിരിച്ചെന്തെങ്കിലും കിട്ടും എന്നുള്ള ഒരു ചിന്തയുണ്ട്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്നേഹത്തിന്റെ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയ്ക്ക് പറയുന്ന പേരാണ് ആത്മാവിലുള്ള ആരാധന. പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ, ആരാധിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ലാഭത്തിന്റെ കണ്ണുണ്ടാകരുത്. ഇപ്പൊ നമ്മൾ കൃഷിയിടത്തില് അധ്വാനിച്ച് അതിന്റെ വിളവുമായി മാർക്കറ്റിൽ ചെന്നു. നമ്മളവിടെ വില പേശും, കാരണം അത് ബിസിനസ്സാണ്, നമുക്ക് ലാഭം വേണം. സ്നേഹമുള്ളവരെ, എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരിക്കലും ലാഭത്തിന്റെ കണ്ണോടെ ആവരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ആത്മാവിന്റെ നിറവിൽ, സ്നേഹത്തിന്റെ നിറവിൽ ആത്മാവിലുള്ള ആരാധന. ഈ നാളുകളിൽ ദൈവം അങ്ങനെയുള്ള ആരാധകരെയാണ് അന്വേഷിക്കുന്നത്. നമ്മൾ ബൈബിളിൽ കാണുന്നില്ലേ, ഈശോ ദേവാലയത്തിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരെ ആ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. കാരണം ആ ദേവാലയത്തിൽ ഇരുന്നവർക്ക് ഒരു ലാഭത്തിന്റെ കണ്ണുണ്ടായിരുന്നു. തങ്ങളുടെ വ്യാപാരത്തിൽ തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ലാഭത്തിന്റെ ഒരു കണ്ണ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ചിന്തയോടെയാണ് അവർ കർത്താവ് അവരെ പുറത്താക്കി. സ്നേഹമുള്ളവരെ, നമ്മൾ ദേവാലയത്തിൽ ഇരിക്കുമ്പോഴും ഭവനത്തിലിരുന്ന് ഈ ശുശ്രൂഷ സ്വീകരിക്കുമ്പോഴും കർത്താവിനെ ആരാധിക്കുമ്പോഴും എല്ലാം ആ ആരാധന സ്നേഹത്തിന്റെ നിറവിൽ നിന്നാകണം. അങ്ങനെയുള്ള ആരാധകരെയാണ് ദൈവം ഈ നാളുകളിൽ അന്വേഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ നിറവിൽ, ആത്മാവിൽ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ കണ്ണുകളൊക്കെ അടച്ച് ഹൃദയം പ്രാർത്ഥനയോടെ സ്വർഗത്തിലേക്ക് ഉയർത്തി, ലോകത്തിന്റെ മറ്റെല്ലാ ചിന്തകളും മറന്ന് ഞാനും എന്നെ കാണുന്ന എൻ്റെ ദൈവവും മാത്രമായി ആത്മാവിലുള്ള ആരാധനയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്നേഹമുള്ളവരെ, കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ഹൃദയം സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധന. ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ യേശുവേ. സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. എല്ലാവരും ചേർന്ന് ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ വരൂ. എല്ലാം മറന്ന് സത്യദൈവ സൂനുവിനെ നിത്യവും വാഴ്ത്തിടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അധരങ്ങൾ ചലിക്കട്ടെ. ഹല്ലേലൂയ,
സ്നേഹമുള്ളവരെ, രാജകീയ പുരോഹിത ഗണമേ, രാജാതിരാജനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. സാഷ്ടാംഗം വീണ് പരിശുദ്ധൻ 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 എന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്ന മാലാഹമാരോട് ചേർത്ത് നമ്മുടെ ആരാധനകൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. രാജകീയ സ്വവംശമേവ രാജാധിരാജന നവ്യഗാനം ആലപിക്കാൻ ഭവ്യതയാർന്നുവാ. രാജകീയ വംശമേവ രാജാധിരാജന ദൈവ സാന്നിധ്യത്തിന്റെ നിറവിൽ നവ്യഗാനം ആലപിക്കാൻ ഭവ്യതയാർന്നുവാ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ അഭിഷേകം ഒഴുകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 8:2 ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കാൻ അവിടുന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങളിൽ സ്തുതികൾ കൊണ്ടുള്ള സുശക്തമായ കോട്ട കിട്ടി. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കുന്ന ദൈവസ്തുതിയുടെ അഭിഷേകം, ദൈവ ആരാധനയുടെ അഭിഷേകം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അധരങ്ങളിലൂടെ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ആത്മാവിൽ ആരാധിക്കാം. ദൈവജനം പ്രിയമോടെ കൈവണങ്ങാൻ വരൂ. പൗരോഹിത്യ വംശമേവ പുണ്യനാമം വാഴ്ത്താം. ഹൃദയങ്ങൾ മന്ത്രിക്കട്ടെ. ദൈവജനം പ്രിയമോടെ കൈവണങ്ങാൻ വരൂ. പൗരോഹിത്യ വംശമേവ പുണ്യനാമം വാഴ്ത്താം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭാരങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹൃദയത്തിൽ ആനന്ദം, ഹല്ലേലൂയ ഹൃദയത്തിൽ സമാധാനം. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ആരാധന. പത്രോസ് ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ വായിക്കുക, കറയോ കളങ്കമോ കൂടാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടാണ് ഞാനും നിങ്ങളും നേടിയെടുക്കുന്നത്. പിതാക്കന്മാരെന്ന് വ്യക്തമായി നിങ്ങൾക്ക് ലഭിച്ച ജീവിത ശൈലിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പിന്നെയോ കറയോ കളങ്കമോ കൂടാത്ത കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യമായ രക്തം കൊണ്ടത്രേ. കുഞ്ഞാടിന്റെ രക്തത്താൽ ഞങ്ങളെ വീണ്ടെടുത്ത കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൽ, അങ്ങയുടെ ബന്ധത്തിൽ, ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. രക്തത്താലേ വീണ്ടെടുത്ത രക്ഷകനേശുവിൻ രക്ഷയേകും പുണ്യനാമം സർവരും വാഴ്ത്തുവിൻ. യേശുവിന്റെ രക്തമേ, രക്തത്താലേ വീണ്ടെടുത്ത രക്ഷകനേശുവിൻ രക്ഷയേകും പുണ്യനാമം സർവരും വാഴ്ത്തുവിൻ.
കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ 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 എല്ലാം മറന്ന് ഹല്ലേലൂയ 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 കുടുംബങ്ങൾ ഒന്നിച്ച് ആരാധിച്ച് ഹല്ലേലൂയ 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 കരങ്ങൾ ഉയർത്തി ആരാധന 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 കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ദൈവമേ ആരാധന 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. പ്രാർത്ഥനയുടെ വലിയ അഭിഷേകം നിറയട്ടെ. ആരാധനയുടെ വലിയ അഭിഷേകം നിറയട്ടെ. ദൈവസ്നേഹത്തിന്റെ വലിയ അഭിഷേകം നിറയട്ടെ. ദൈവിക ആനന്ദത്തിന്റെ വലിയ അഭിഷേകം നിറയട്ടെ. ദൈവികമായ സൗഖ്യത്തിന്റെ വലിയ അഭിഷേകം നിറയട്ടെ. ദൈവ സാന്നിധ്യം കൊണ്ട് ഇരിക്കുന്നിടം നിറയട്ടെ. ജീവിതത്തിന്റെ വഴികളിൽ ദൈവസ്നേഹം നിറയട്ടെ. യേശുവേ ആരാധന ആരാധന ആരാധന. മഞ്ഞുപോലെ ദൈവ സാന്നിധ്യം ഒന്ന് നിറയട്ടെ. ദൈവ സാന്നിധ്യമേ ആരാധന ആരാധന ആരാധന. കരങ്ങൾ കൂപ്പി അമ്മയോട് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, അവളുടെ ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ. ആകാശത്തിനും ഭൂമിക്കും രാജ്ഞിയായി തന്റെ ദിവ്യകുമാര മുടിതിരിപ്പിക്കപ്പെട്ട പരിശുദ്ധ അമ്മ, അമ്മയുടെ നിറഞ്ഞ സാന്നിധ്യത്തിലേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സന്നിധിയിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ അമ്മയെ കരങ്ങളിൽ സ്വീകരിച്ച് കർത്താവിന്റെ മുറിവിൽ വെച്ച് ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. 12 നക്ഷത്ര മുടിയുള്ളോരമ്മേ, പാദാരവിന്ദത്തിൽ ചന്ദ്രൻ. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക. 12 നക്ഷത്ര മുടിയുള്ളോരമ്മേ, പാദാരവിന്ദത്തിൽ ചന്ദ്രൻ. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെ കാളും നീ തേജസ്വിനി. സൂര്യവസ്ത്രം നീ അണിഞ്ഞിരിക്കുന്നു, സൂര്യനെ കാളും നീ തേജസ്വിനി. യേശുവിനമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. സ്നേഹമുള്ളവരെ, നമ്മൾ വചന ചിന്തയിലേക്ക് കടക്കുകയാണ്. പഴയ നിയമത്തിൽ പിതാവായ ദൈവത്തിൻ്റെ മുഖഭാവം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് കരുണയാണ്. പിതാവായ ദൈവത്തിന്റെ സ്വഭാവം എന്തെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ,
അതിരുകളില്ലാത്ത കരുണയാണ്. പിതാവായ ദൈവത്തിന്റെ രൂപം എന്നൊന്ന് ചോദിച്ചാൽ അത് കരുണയാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തില് നമ്മൾ കാണുകയാണ്, സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ ദൈവം തീരുമാനമെടുത്തു. എന്നാൽ തന്റെ മനസ്സറിയുന്ന അബ്രാഹത്തോട് അത് മറച്ചു വയ്ക്കാൻ ദൈവത്തിന് മനസ്സ് വരുന്നില്ല. ദൈവം അത് തൻ്റെ പ്രിയപ്പെട്ട ദാസനായ അബ്രാഹത്തിനോട് പറയുകയാണ്. കർത്താവ് ദൈവത്തിന്റെ കൂടെ അബ്രാഹാം ചെല്ലുകയാണ്. അബ്രാഹാം പറയുകയാണ്, ദൈവമേ, 50 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നഗരത്തോട് നീ കരുണ കാണിക്കുമോ? ദൈവത്തിന്റെ മറുപടി, ഞാൻ കരുണ കാണിക്കും. സ്നേഹമുള്ളവരെ, വചനം വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അബ്രാഹാം അത് 45 ആക്കി, 40 30 10. ദൈവത്തിന്റെ മറുപടി, 10 പേരെങ്കിലും ഞാൻ നഗരത്തിലുണ്ടെങ്കിൽ അവരോട് ഞാൻ കരുണ കാണിക്കും. സ്നേഹമുള്ളവരെ, കാരണം നശിപ്പിക്കാൻ ഉറപ്പിക്കുമ്പോഴും ദൈവത്തിന്റെ മനസ്സിൽ തൻ്റെ മക്കളോടുള്ള അതിരറ്റ കരുണയാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാരെല്ലാം എഴുതി വച്ചിരിക്കുന്നത്, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. ഇങ്ങനെ പറഞ്ഞാണ് സ്നേഹമുള്ളവരെ യെശയ്യാ പ്രവാചകനും ജെറമ്യാ പ്രവാചകനും എല്ലാം വചനം പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്, നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. തൻ്റെ മക്കളോട് അതിരറ്റ കരുണ. അവിശ്വസ്തത കാണിച്ചാലും, തൻ്റെ വാക്ക് തിരസ്കരിച്ച് പുറംതിരിഞ്ഞു നടന്നാലും തൻ്റെ മക്കളോട് കാണിക്കുന്ന അതിരറ്റ കരുണ കാണിക്കുന്ന ദൈവം. യോനാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലേ, നിനവേ നഗരത്തിലേക്ക് യോനായെ പറഞ്ഞയക്കുകയാണ്. യോനാ പ്രവാചകൻ അവിടെ ചെന്ന് പ്രസംഗിച്ച് 40 ദിവസങ്ങൾക്കുള്ളിൽ നിനവേ നശിപ്പിക്കപ്പെടും. കർത്താവിന്റെ വചനം ഇടിമുഴക്കം പോലെ നിനവേ നഗരത്തിൽ പതിച്ചപ്പോ വചനം പറയുക, രാജാക്കന്മാർ മുതൽ കൊച്ചുകുട്ടികൾ വരെ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിച്ചു. നശിപ്പിക്കാൻ ഉറപ്പിച്ച ആ ദേശത്തോട് ദൈവം കരുണ കാണിച്ചു. വചനം ഇങ്ങനെയാണ് പറയുക, 1,20,000 പേർ വസിക്കുന്ന മഹാനഗരമായ നിനവയോട് ദൈവം അതിരറ്റ കരുണ കാണിച്ചു. കാരണം ദൈവത്തിന്റെ സ്വഭാവം കരുണയാണ്, ദൈവത്തിന്റെ ഭാവം കരുണയാണ്, ദൈവത്തിന്റെ മുഖം കരുണയാണ്. സ്നേഹമുള്ളവരെ, ആ പിതാവായ ദൈവത്തിന് തൻ്റെ മക്കളോടുള്ള കരുണയുടെ പൂർണ്ണതയാണ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ കാണുക. പിതാവായ ദൈവത്തിന്റെ കരുണയുടെ പൂർണ്ണതയാ സ്നേഹമുള്ളവരെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം. പഴയ നിയമത്തിൽ പിതാവായ ദൈവം തന്റെ ജനത്തിനു മുമ്പിൽ വെളിപ്പെടാതെ പ്രവാചകന്മാരിലൂടെയും ന്യായാധിപന്മാരുടെയും രാജാക്കന്മാരിലൂടെയും ഒക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ആ ദൈവത്തിന്റെ കരുണയുടെ രൂപം എന്നെന്ന് പുതിയ നിയമത്തിൽ പിതാവായ ദൈവം പറഞ്ഞു വെക്കുക, അത് പുത്രനായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജനനം മുതൽ ഗാഗുൽത്താ മലയുടെ നിറകിൽ 3 ആടികളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ കർത്താവ് ഈശോ മിശിഹാ ചങ്കുപൊട്ടി മരിക്കുന്ന സമയം വരെ കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ആ മുഖത്ത് നിൽക്കുന്നത് ദൈവ സ്വഭാവം. അത് കരുണയുടെ ഭാവമാണ്. കരുണയുടെ ഭാവം. ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? അത് കരുണയാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, കർത്താവിന്റെ സ്വഭാവങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കർത്താവിന്റെ സ്വഭാവങ്ങളിൽ ഒന്നാണ് പുറത്താക്കപ്പെട്ടവരെ അകത്താക്കുന്ന കർത്താവ്. പുറത്താക്കപ്പെട്ടവരെ അകത്താക്കുന്ന കർത്താവ്. പാപിനിയായ മറിയം പട്ടണത്തിന്റെ വെളിയിൽ കൊണ്ടുവരികയാണ് അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ. പട്ടണത്തിന് വെളിയിൽ അവളെ പുറത്താക്കി. പക്ഷേ കർത്താവ് അവളെ സ്നേഹിച്ച് ഇന്നോളം അവളുടെ ജീവിതത്തിൽ അവൾ ചെയ്ത പാപങ്ങളോട് കരുണ കാണിച്ച് കർത്താവ് വീണ്ടും അവളെ അകത്താക്കി. പട്ടണത്തിൽ നിന്ന് പുറത്താക്കിയവളെ കർത്താവ് സ്നേഹിച്ച് കരുണയോടെ ചേർത്ത് പിടിച്ച് അകത്താക്കി. കുഷ്ഠരോഗികൾ ഈശ്വര കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ, അവര് സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. അവര് സമൂഹത്തിൽ വരാൻ അവർക്ക് അനുവാദമില്ല. അവർ നഗരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ്. പക്ഷേ ആ നഗരത്തിന് പുറത്താക്കിയ കുഷ്ഠരോഗികളുടെ അരികിൽ ഈശോ ചെല്ലുകയാണ്. സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുഷ്ഠരോഗികളുടെ അരികിൽ ഈശോ ചെന്ന്
കരുണയോടെ അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തി കർത്താവ് വീണ്ടും അവരെ നഗരത്തിനകത്താക്കി, സമൂഹത്തിനകത്താക്കി. സഖേവൂസ് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി ജനത്തിന് ഒരിക്കലും സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയായിരുന്നു സഖേവൂസ്. എന്നാൽ തന്റെ കാരുണ്യം ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കിയ സഖേവൂസിനെ കർത്താവ് സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് കരുണ കൊണ്ട് വീണ്ടെടുത്ത് അവനെ മനുഷ്യ ഹൃദയത്തിനകത്താക്കി. സ്നേഹമുള്ളവരെ, കർത്താവിന്റെ ഒരു പ്രത്യേകതയാ പുറത്താക്കപ്പെട്ടവരെ അകത്താക്കുന്ന കർത്താവിന്റെ കാരുണ്യം. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കാണാം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് ഈശോ 3 ദിവസം സുവിശേഷം പ്രസംഗിച്ചു. അനേക ജനം ഈശോയുടെ കൂടെയുണ്ട്, അനേകരുണ്ട് ഈശോയുടെ കൂടെ. അവർ ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഈശോയെ വിട്ടുമാറുന്നില്ല. അവരാകെ തളർന്നു. വചനം പറയുന്നെങ്കിലല്ലേ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 34-ാം തിരുവചനം, കർത്താവിന് അവരോട് അതിരറ്റ അനുകമ്പ തോന്നി, കരുണ തോന്നി. ആ ജനത്തോട് കർത്താവിന് കരുണ തോന്നുകയാണ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തില് നമുക്ക് കാണാൻ പറ്റും, യേശുവും ശിഷ്യന്മാരും നായീൻ എന്ന പട്ടണത്തിലൂടെ കടന്നു പോകുമ്പോ വലിയൊരു ജനക്കൂട്ടം തനിക്കെതിരെ വരുന്നത് കർത്താവ് കണ്ടു. ഒരു വിധവ തനിക്ക് ആകെ ഉണ്ടായിരുന്ന തന്റെ മകന്റെ ശവമഞ്ചവും വഹിച്ചുകൊണ്ട് കടന്നു വരുന്ന വിലാപയാത്ര. കർത്താവ് നേരെ ആ കരയുന്ന അമ്മയുടെ അരികിൽ ചെന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിന്റെ 7-ാം അധ്യായം 13-ാം തിരുവചനം യേശു പറയുകയാണ്, അവളുടെ നിറഞ്ഞു വന്ന കണ്ണുകളിലേക്ക് നോക്കിയിട്ട് കർത്താവ് പറയുക, സ്ത്രീയെ കരയണ്ട കേട്ടോ, കരയണ്ട. കർത്താവിന് അവളോട് കരുണ തോന്നുകയാണ്. സ്നേഹമുള്ളവരെ, ഈശോയുടെ പരസ്യ ജീവിതം മുഴുവനും നമുക്ക് ഈ കാരുണ്യത്തിന്റെ മുഖം കാണാൻ പറ്റും. ഈ ക്രിസ്മസിലേക്ക് ഒരുങ്ങുന്ന ദിവസങ്ങളിൽ, കർത്താവിന്റെ രക്ഷയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥനയോടെ, വിശുദ്ധിയോടെ, സഹനങ്ങൾ ഏറ്റെടുത്ത് സ്നേഹമുള്ളവരെ ഈ ഒരു പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളിൽ കർത്താവ് ഈശോ മിശിഹാ നമ്മുടെ കാതിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്: കർത്താവിന്റെ കരുണയുടെ മുഖമുണ്ടാവണം നിന്റെ ജീവിതത്തിൽ. പ്രൈസ് ദി ലോർഡ്. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ മുഖം ക്രിസ്തുവിന്റെ കരുണയുടെ മുഖമാകണം. നമ്മുടെ കുടുംബത്തിൽ ക്രിസ്തുവിന്റെ കരുണയുടെ മുഖമാകണം എൻ്റെ മുഖം. ഞാനായിരിക്കുന്ന സമൂഹത്തിൽ, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ, ഞാനുമായിട്ട് ഇടപെടുന്നവരിൽ ക്രിസ്തുവിന്റെ കരുണയുടെ മുഖമാകാൻ വിളിക്കപ്പെട്ടവരാണ് സ്നേഹമുള്ളവരെ ഞാനും നിങ്ങളും. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തില് അതിന് 46 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും സ്നേഹമുള്ളവരെ, ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ ഈശോയും ശിഷ്യന്മാരും കടന്നു പോകുമ്പോ ആ വഴിയരികിൽ ഇരുന്ന മനുഷ്യൻ കർത്താവിന്റെ മുഖത്ത് നോക്കി ഉച്ചത്തിൽ വിളിക്കുകയാണ്, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണമേ. അതായത് ആ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ കരുണയുള്ള കർത്താവിന്റെ മുഖം ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു. ആയിരക്കണക്കിന് മനുഷ്യർ ഒന്നിച്ച് കടന്നു പോകുമ്പോ ആ ജനക്കൂട്ടത്തിന്റെ ഇടയില് കർത്താവിന്റെ കരുണയുടെ മുഖം തിരിച്ചറിഞ്ഞ ആ മനുഷ്യൻ നിലവിളിക്കുകയാണ്, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നോട് കരുണ തോന്നണേ. സ്നേഹമുള്ളവരെ, ഈശോ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സമൂഹത്തിന്റെ നടുവിൽ നീ നിൽക്കുമ്പോൾ മറ്റുള്ളവർ നിന്നിൽ കരുണയുടെ മുഖം കാണണം, ക്രിസ്തുവിന്റെ മുഖം കാണണം. നിന്റെ ജീവിതത്തിന്റെ വഴികളിൽ നിന്റെ മുമ്പിൽ വന്ന് നിന്റെ മുഖത്ത് നോക്കുന്നവര് നിന്നിൽ ക്രിസ്തുവിന്റെ കരുണയുടെ മുഖം കാണുന്ന ദിവസങ്ങളായി ഈ നോമ്പിന്റെ ദിവസങ്ങള്, ഈ പ്രാർത്ഥനയുടെ പരിത്യാഗത്തിന്റെ ദിവസങ്ങൾ കടന്നു പോകണം. പ്രൈസ് ദി ലോർഡ്. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ പ്രായമായി കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് സ്നേഹത്തോടെ, കരുണയോടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്നേഹമുള്ളവരെ, എങ്ങനെ കർത്താവ് ഈശോ മിശിഹായുടെ രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാകും? പ്രായമായി കിടക്കുന്ന മാതാപിതാക്കൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് എൻ്റെ മുഖത്ത് ക്രിസ്തുവിന്റെ കരുണയുടെ മുഖം കാണാൻ പറ്റുന്നില്ലെങ്കിൽ
എൻ്റെ കൂടത്തിൽ ജീവിതത്തിന്റെ അന്ത്യത്തോളം ജീവിച്ചോളാമെന്ന് ഉറപ്പ് നൽകി ദൈവം എന്നോട് ചേർത്ത് വെച്ച എൻ്റെ ജീവിത പങ്കാളിക്ക് എൻ്റെ മുഖത്ത് ക്രിസ്തുവിന്റെ കരുണയുടെ മുഖം കാണാൻ പറ്റുന്നില്ലെങ്കിൽ, ജന്മം നൽകി എൻ്റെ മക്കൾ എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ അപ്പനെന്ന് എൻ്റെ മുഖത്ത്, അമ്മയെന്ന് എൻ്റെ മുഖത്ത് ക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെ മുഖം എൻ്റെ മക്കൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ, സ്നേഹമുള്ളവരെ, എങ്ങനെയാണ് കർത്താവ് യേശു മിശിഹായുടെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു പോകുക? സ്വരമേറ്റി പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, കർത്താവ് യേശു മിശിഹായുടെ മുഖമായി മാറുക. നമുക്കറിയാൻ പറ്റും വിശുദ്ധരുടെ എല്ലാം ജീവിതം അങ്ങനെയാ. സ്നേഹമുള്ളവരെ, വിശുദ്ധ ഡാമിയനും വിശുദ്ധ പാദ്രാപിയോയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും എല്ലാം അവരുടെ മുഖത്ത് നോക്കുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ കരുണയുടെ മുഖം കാണുകയാണ്. അസിസി പിതാവിനെ കുറിച്ച് നമുക്കറിയാം. ചെന്നായ്ക്കളും കടലിലെ മത്സ്യങ്ങളും കാട്ടുമൃഗങ്ങളും ഒക്കെ അസിസി പിതാവിന്റെ മുഖത്ത് നോക്കുമ്പോൾ അവിടെ മുട്ടുകുത്തുന്നതും ശിരസ് കുനിക്കുന്നതും മീനുകൾ വെള്ളത്തിന് മേലെ ഉയർന്നു നിൽക്കുന്നതും ഒക്കെ സ്നേഹമുള്ളവരെ നമ്മൾ വായിച്ചിട്ടുണ്ട്, ധ്യാനിച്ചിട്ടുണ്ട്. കാരണം ഈ പ്രപഞ്ചം മുഴുവനും അസിസി പിതാവിന്റെ മുഖത്ത് നോക്കുമ്പോ, ഈ പ്രകൃതി നോക്കുമ്പോ, മൃഗങ്ങൾ നോക്കുമ്പോ ക്രിസ്തുവിന്റെ കരുണയുടെ മുഖം വിശുദ്ധന്റെ മുഖത്ത് കാണുകയാണ്. മദർ തെരേസായുടെ മുഖത്ത് നോക്കുന്നവർക്ക് അവിടെ ക്രിസ്തുവിന്റെ കരുണയുടെ മുഖം കാണാൻ പറ്റുകയാണ്. വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പയെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ. സ്നേഹമുള്ളവരെ, വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പ തൻ്റെ വൈദിക ശുശ്രൂഷയുടെ സമയത്ത് ഏതെങ്കിലും രോഗികളോ പാവപ്പെട്ട മനുഷ്യരോ തൻ്റെ ഇടവകയിൽ ഉണ്ടെങ്കിൽ, തൻ്റെ വൈദിക ജീവിതത്തിനിടയിൽ വിശുദ്ധ പത്താം പിയൂസ് മാർപ്പാപ്പ ആ പാവപ്പെട്ടവന്റെ രോഗിയുടെ വീട്ടിൽ ചെന്നിരിക്കും. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: രാത്രി വൈകുവോളം ആ മനുഷ്യനോട് സംസാരിച്ചുകൊണ്ട് ആ വൈദികൻ ആ വീട്ടിൽ ചെലവഴിക്കും. ഏതു പാവപ്പെട്ടവൻ വന്നാലും തൻ്റെ കയ്യിലിരിക്കുന്ന ഭക്ഷണം ആ മനുഷ്യന് കൊടുത്തിട്ട് തൻ്റെ വയറ് നിറയ്ക്കാൻ ആരോടെങ്കിലും ഭിക്ഷ യാചിക്കും. വിശുദ്ധനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ. സ്നേഹമുള്ളവരെ, ആരെങ്കിലും ഒരു പുതിയ കുപ്പായം വാങ്ങിച്ച് വിശുദ്ധന് കൊടുത്താൽ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ജനം നോക്കുമ്പോൾ കാണാം ആ നഗരത്തിലുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ ആ പുറം കുപ്പായം, ആ പുതിയ കുപ്പായം ധരിച്ചുകൊണ്ട് നഗരത്തിലൂടെ നടക്കുന്നത് കാണാൻ പറ്റും. ആരെങ്കിലും ഒരു പുതിയ വസ്തു ഈ വൈദികന് വാങ്ങിച്ചു കൊടുത്താൽ പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ അത് നഗരത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കരങ്ങളിൽ ഇരിക്കുന്നത് കാണാൻ പറ്റും. പത്താം പിയൂസ് മാർപ്പാപ്പയുടെ മുഖത്ത് നോക്കുമ്പോൾ ജനം മുഴുവനും അവിടെ ക്രിസ്തുവിന്റെ കരുണയുടെ മുഖം കാണുക. സർവ്വത്തി പറയാം ഹല്ലേലൂയ, വിശുദ്ധി പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ നമ്മളെ കണ്ടുമുട്ടുന്നവരുടെ ഇടയിൽ, നമ്മളെ മാറ്റി നിർത്തുന്നവരുടെ ഇടയിൽ, നമ്മളെ വിമർശിക്കുന്നവരുടെ ഇടയിൽ, നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരുടെ ഇടയിൽ ക്രിസ്തുവിന്റെ കരുണയുടെ മുഖമായി മാറപ്പെടുവാനായിട്ട് ഈ ദിവസം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുക സ്നേഹമുള്ളവരെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്തുമസ് ദിവസത്തിന്റെ തലേ ദിവസം ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയൊക്കെ അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയത്തിനകത്തിരിക്കുമ്പോൾ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകയാണ്. പ്രത്യേകിച്ച് സങ്കടമൊന്നും ഉള്ളില്ല, പക്ഷെ എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, പ്രത്യേകിച്ച് കരയാനും മാത്രം സങ്കടമൊന്നും പേഴ്സണൽ ജീവിതത്തിലില്ല, പക്ഷേ ഭയങ്കര സങ്കടം വരുന്നു, അറിയാതെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. ഞാൻ ആരും കാണാതെ ടവലൊക്കെ എടുത്ത് മുഖമൊക്കെ പൊത്തിപ്പിടിച്ച് ഞാൻ ദേവാലയത്തിൽ ഇങ്ങനെ കുനിഞ്ഞിരുന്നു. ഈശോയോട് ഞാൻ ചോദിച്ച, കർത്താവേ, ഭയങ്കര സങ്കടം വരുന്നു, എന്താണ് ഇതിൻ്റെ കാരണം? സ്നേഹമുള്ളവരെ, പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഇങ്ങനെ മന്ത്രിച്ചു, നാളെ ക്രിസ്മസ് അല്ലേ, 25 ദിവസം നോമ്പൊക്കെ നോറ്റ് പ്രാർത്ഥിച്ചൊരുങ്ങി നീ നോമ്പ് വീടുമ്പോൾ നല്ല ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പോൾ ഈ നാളുകളിൽ ഈ ദിവസം ഭക്ഷണം കഴിക്കാത്ത എത്രയോ പേര് ഈ നിന്റെ ചുറ്റുമുണ്ടെന്ന് നിനക്കറിയുമോ? അവരുടെ സങ്കടമാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്ന സങ്കടം. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിൽ ഇങ്ങനെ മന്ത്രിച്ചു. സ്നേഹമുള്ളവരെ, ഞാൻ ആ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ കൂട്ടുകാരുടെ അരികിൽ ചെന്ന് അവർ ദശാംശം മാറ്റിവെച്ചിരിക്കുന്ന പൈസയൊക്കെ വാങ്ങിച്ച് ഞാൻ ടൗണിൽ ചെന്ന് കുറേ
ബിരിയാണി പാഴ്സൽ വാങ്ങിച്ച് എൻ്റെ വണ്ടിയുടെ പുറകിൽ വെച്ച് ക്രിസ്മസ് ദിവസം രാവിലെ ഞാൻ ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകും. വിശേഷ ദിവസങ്ങളിൽ, അതായത് ആഘോഷത്തിന്റെ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്നത് ആരോരുമില്ലാത്ത ഈ വഴിസകി കിടക്കുന്ന മനുഷ്യനാണ്. ഭിക്ഷയാചിക്കുന്ന, ആരോരുമില്ലാത്ത, ഭവനമില്ലാത്ത, ലോകം തള്ളിക്കളഞ്ഞ് വഴിക്കരക്കിൽ കിടക്കുന്ന ഈ മനുഷ്യരുടെ കരങ്ങളിൽ ഭക്ഷണപ്പൊതികൾ വെച്ചുകൊടുത്ത് കടന്നുപോയി. ഞാൻ ഓർക്കുക സ്നേഹമുള്ളവരെ, ഒരു വെയിറ്റിംഗ് ഷെഡിൽ വാഹനങ്ങളൊന്നും ഓടാത്തത് കൊണ്ട് ബസ്സിനടിയിൽ 2 കുഞ്ഞുങ്ങളെയുമായിട്ട് മണ്ണിനകത്ത് കിടക്കുന്ന ഒരമ്മ അവരുടെ അരികിൽ ചെന്ന് 3 പാക്കറ്റ് ഭക്ഷണപ്പൊതി എടുത്ത് ഈ അമ്മയുടെ കയ്യിലേക്കും കുഞ്ഞുങ്ങളുടെ കയ്യിലേക്കും വെച്ചു കൊടുത്തു. പൊടിക്കകത്ത് കിടക്കുന്ന ഒരു 4-5 വയസ്സുള്ള ഒരു കുഞ്ഞും അതിനു താഴെ പ്രായമുള്ള ഒരു കുഞ്ഞും പൊടിക്കകത്ത് കിടക്കുന്ന ഈ കുഞ്ഞ് കൈ പോലും കഴുകാതെ ഈ ഭക്ഷണം ആർത്തിയോരെ വാഴിക്കഴിക്കുന്നത് കണ്ട് ഭക്ഷണം കഴിക്കാതെ കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്മയുടെ മുഖം, നിറകണ്ണുകളോടെ അവരിങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോൾ സ്നേഹമുള്ളവരെ, അതിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല. ഞാൻ ഓർക്കുകയാണ്, ഈ ഭക്ഷണ പൊതികളുമൊക്കെ ആയിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു പ്രായമുള്ള ഒരു അമ്മ കിടന്നുറങ്ങുകയാണ്. സ്നേഹമുള്ളവരെ, ഞാനൊരു ഭക്ഷണപ്പൊതി എടുത്ത് ആ അമ്മയുടെ തലക്കൽ വെച്ചിട്ട് അവിടെ ഇരുന്ന് ഒരു മനുഷ്യനോട് പറഞ്ഞു, ഈ അമ്മ എഴുന്നേൽക്കുമ്പോൾ ഈ ഭക്ഷണം കൊടുത്തേക്കണം കേട്ടോ. ഞാൻ ആ ഭക്ഷണപ്പൊതി അവിടെ വെച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ആ അമ്മ അവിടെ കിടന്നുകൊണ്ട് തന്നെ ആ ഭക്ഷണപ്പൊതിയിലേക്ക് ദയനീയമായി നോക്കുന്നു. അപ്പൊ ഞാൻ തിരിച്ചു നടന്നു എന്ന്, എന്തുകൊണ്ടാണ് ഇവർ കഴിക്കാത്തതെന്ന് നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ആ സ്ത്രീക്ക് എഴുന്നേറ്റ് കഴിക്കാൻ പറ്റില്ല. സ്നേഹമുള്ളവരെ, സോറിയാസിസ് എന്ന് പറയുന്ന രോഗം ഈ സ്ത്രീയുടെ ശരീരത്തിലുണ്ടായി. ചർമ്മങ്ങൾ മുഴുവൻ വിണ്ടുകീറി അതിനകത്തുള്ള വെള്ളവും പഴുപ്പും ഒഴുകി ഈച്ച കൂടി കിടക്കുന്ന ഒരു സ്ത്രീയെ. ദുർഗന്ധം കാരണം ഒരു മനുഷ്യൻ പോലും ആ സ്ത്രീയുടെ അരികിൽ വരില്ല. ചർമ്മങ്ങൾ ഇങ്ങനെ മുഖമെല്ലാം വിണ്ടുകീറി, ആ വിണ്ടുകീറിയ മുറിവിലൂടെ ഇങ്ങനെ പഴുപ്പും വെള്ളവും ഒഴിക്കൊണ്ടിരിക്കുന്നു. അത് ഈച്ചകൾ വന്നിങ്ങനെ അരിച്ചു തിന്നുക. സ്വന്തമായിട്ട് എഴുന്നേറ്റ് ഈ ഭക്ഷണം എടുത്ത് കഴിക്കാനായിട്ട് ഈ സ്ത്രീക്ക് പറ്റുന്നില്ല. സ്നേഹമുള്ളവരെ, ആ സ്ത്രീയുടെ അരികിലിരുന്ന് ഭക്ഷണപ്പൊതി വാരി ഉരുളയാക്കി ആ സ്ത്രീയുടെ വായിൽ വെച്ച് കൊടുത്തു. പരിചയമില്ലാത്തത് കൊണ്ട് അവർ കഴിക്കാൻ മടിച്ച് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു. ആ ഉരുട്ടിയ ഉരുള ഞാൻ എടുത്ത് കഴിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് കുഴപ്പമില്ല. പിന്നെ ഞാൻ ഉരുട്ടി അവരുടെ വായിൽ വെച്ച് കൊടുത്ത് അവർ കഴിച്ചു. സ്നേഹമുള്ളവരെ, അന്ന് ക്രിസ്മസ് ഞാൻ ആ തെരുവിൽ ആ പ്രായമുള്ള അമ്മയുടെ കൂടെ ഒരു ഭക്ഷണം പങ്കിട്ട് ഞങ്ങൾ കഴിച്ചു. മുഖമൊക്കെ കഴുകി വെള്ളമൊക്കെ കൊടുത്ത് എഴുന്നേക്കാൻ നേരത്ത് ആ പ്രായമുള്ള അമ്മ പൊട്ടിയഴുകിയ കൈകൊണ്ട് കൈകളിൽ മുറുകെ പിടിച്ചിട്ട്, സ്നേഹമുള്ളവരെ, ഏങ്ങലടിച്ച് കരയുന്ന ആ ഒരു മുഖഭാവം ഇപ്പോഴും എൻ്റെ മനസ്സിനുണ്ട്. സ്നേഹമുള്ളവരെ, ക്രിസ്തു ആഗ്രഹിക്കുന്നത് ഈ ഒരു കാരുണ്യത്തിന്റെ മുഖം നമ്മളിൽ ഉണ്ടാകാനല്ലേ? ജീവിതത്തിന്റെ സ്വാർത്ഥതയുടെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ മുമ്പിൽ വരുന്ന മനുഷ്യനോട് കരുണയുടെ മുഖമായി, ക്രിസ്തുവിന്റെ മുഖമായി ഞാനും നിങ്ങളും മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നില്ലേ? സ്നേഹമുള്ളവരെ, നമുക്കൊരു കുറവുമില്ലാതെ ദൈവം പരിപാലിച്ച് ജീവിതത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് ദൈവം കയറ്റി നിർത്തുമ്പോൾ എന്റെ മുമ്പിൽ വരുന്ന തകർന്നവനോടും തകർക്കപ്പെട്ടവനോടും ഒറ്റപ്പെട്ടവനോടും ഈ ലോകത്തിൽ ഒന്നുമില്ലാതായി മാറുന്നവന്റെ മുമ്പിലും ക്രിസ്തുവിന്റെ കരുണയുടെ മുഖമായി മാറാൻ, ക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെ മുഖമായി അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറാൻ സ്നേഹമുള്ളവരെ കർത്താവ് ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിന്റെ ഒരു പ്രത്യേകതയല്ലേ, ആര് വന്നാലും തന്റെ വിരിച്ച കരങ്ങൾക്കുള്ളിൽ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന കർത്താവിന്റെ മനോഭാവം, കർത്താവിന്റെ കരങ്ങളുടെ വിശാലതയാ സ്നേഹമുള്ളവരെ. അത് കർത്താവിന്റെ കരങ്ങൾ ആര് വന്നാലും, കുഷ്ഠരോഗി വന്നാലും, പാപികൾ വന്നാലും, ചുങ്കക്കാർ വന്നാലും, വേശ്യകൾ വന്നാലും, ആര് വന്നാലും തന്റെ വിരിച്ച കരങ്ങൾക്കുള്ളിൽ വാരിയെടുത്ത് നെഞ്ചിനോട് ചേർത്ത് പിടിക്കുന്ന കർത്താവിന്റെ വിശാലമായ കരങ്ങളുടെ വിസ്തൃതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ നാളുകളിൽ നമ്മുടെയൊക്കെ കരങ്ങൾ കുറുകിപ്പോയിട്ടുണ്ടോ? കർത്താവിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക്, ക്രിസ്മസിന്റെ ആഘോഷങ്ങളിലേക്ക്, ജനന തിരുനാളിന്റെ ഒരുക്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്നേഹമുള്ളവരെ, കർത്താവ് കരുണയോടെ നമ്മുടെ മുഖത്തേക്ക് നോക്കും. നിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടുണ്ടോ? നിന്റെ കരങ്ങൾ വിശാലമാകണം.
മുമ്പിൽ വന്ന് തകർക്കപ്പെട്ടവരെ വാരിയെടുത്ത് നെഞ്ചിനോട് ചേർത്ത് പിടിച്ച് നിന്റെ നെഞ്ചിൽ കിടക്കുമ്പോൾ നിന്റെ ചങ്കിനകത്തിരിക്കുന്ന ക്രിസ്തുവിന്റെ രൂപം അവന് മനസ്സിലാകണം. വഴിവെക്കൽ കിടക്കുന്ന തകർന്നുപോയ പുഴുവരിച്ച മനുഷ്യനെ മദർ തെരേസ വാരിയെടുത്ത് ചങ്കിനോട് ചേർത്ത് പിടിക്കുമ്പോൾ ആ ചങ്കിനകത്ത് കാരുണ്യത്തിന്റെ രൂപവുമായിട്ട് ഈശോ ഇരിക്കുന്നത് ആ ചങ്കത്ത് കിടക്കുന്നവർക്ക് മനസ്സിലാകുമായിരുന്നു. ഒരു സ്പർശനത്തിൽ അവർക്കത് മനസ്സിലാകുമായിരുന്നു. അമ്മയുടെ ഒരു നോട്ടത്തിൽ അത് ക്രിസ്തുവാണെന്ന് മനസ്സിലാകുമായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ നോമ്പിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കരങ്ങൾ അല്പം കൂടി വിശാലമാകട്ടെ, നമ്മുടെ ഹൃദയം അല്പം കൂടി വിശാലമാകട്ടെ. ക്രിസ്തുവിന്റെ ഈ ഒരു മനോഭാവം സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിന്റെ 25-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുക സ്നേഹമുള്ളവരെ. 10 കന്യകമാരുടെ ഉപമയാണ് ഈശോ പറയുക. 10 കന്യകമാരുടെ ഉപമ. അതിൽ 5 പേർ വിവേകമതികളും 5 പേർ വിവേകശൂന്യകളുമായിരുന്നു. വിവേകമതികൾ വിളക്കുകളോടൊപ്പം എണ്ണ കരുതി, എന്നാൽ വിവേകശൂന്യകൾ വിളക്ക് കരുതി, പക്ഷേ എണ്ണ കരുതിയില്ല. സ്നേഹമുള്ളവരെ, 10 കന്യകമാർക്കും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ 10 പേരുടെ കയ്യിലും വിളക്കുണ്ടായിരുന്നു. വിളക്കുണ്ടായിട്ടൊരു കാര്യമില്ല. സ്നേഹമുള്ളവരെ, നമ്മുടെ കയ്യിൽ വിളക്കുണ്ടായിട്ടൊരു കാര്യമില്ല. നമ്മൾ പാരമ്പര്യത്തിന്റെ വിളക്കും വിശ്വാസത്തിന്റെ വിളക്കും ക്രൈസ്തവനാണെന്നുള്ള വിളക്കും ശുശ്രൂഷകനാണെന്നുള്ള വിളക്കും ഒക്കെ പിടിച്ച് സ്നേഹമുള്ളവരെ നമ്മൾ നടക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാകാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈ വിളക്കിലൊഴിക്കാനുള്ള എണ്ണ കയ്യിലുണ്ടോ? വചനം പറയുക, വായിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് പുറത്തൊരു ആരവമുണ്ടായി, ഇതാ മണവാളൻ വന്നിരിക്കുന്നു, മണവാളനെ എതിരേൽക്കുവിൻ. സ്നേഹമുള്ളവരെ, വിളക്കിൽ എണ്ണ നിറച്ച കന്യകമാർ മണവാളനെ എതിരേറ്റു. വിളക്കിൽ എണ്ണയില്ലാത്ത കന്യകമാർ എണ്ണ വാങ്ങാൻ പോയി. അവർ തിരിച്ചു വന്നു, കതകിൽ മുട്ടി. സമയം കഴിഞ്ഞുപോയി. സ്നേഹമുള്ളവരെ, കർത്താവ് ഈശോ മിശിഹായുടെ 2ാമത്തെ ആഗമനത്തിൽ വിളക്കുണ്ടായിട്ട് കാര്യമില്ല. പ്രാർത്ഥിക്കുന്നവനാണെന്നുള്ള വിളക്കുണ്ടായിട്ട് കാര്യമില്ല. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നവനാണെന്ന് പറഞ്ഞ് വിളക്കും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഒരു ദിവസം പോലും മുടങ്ങാതെ നോമ്പ് അനുഷ്ഠിച്ച് 25 ദിവസം പ്രാർത്ഥിച്ചൊരുങ്ങിയവനാണെന്ന് പറഞ്ഞിട്ട് കാര്യം, അത് വിളക്കാണ്. സ്നേഹമുള്ളവരെ, വിളക്കിൽ എണ്ണയുണ്ടോ? ഈ നാളുകളിൽ, ഈ അവസാന കാലഘട്ടങ്ങളിൽ കർത്താവ് ഈശോ മിശിഹാ തന്റെ 2ാമത്തെ ആഗമനത്തിൽ സ്വർഗമാകുന്ന മണവറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ കടന്നു വരുമ്പോൾ വിളക്കിൽ എണ്ണ നിറച്ച് കാത്തിരിക്കുന്ന മണവാട്ടിയെ പോലെ, കന്യകമാരിയെ പോലെ സ്നേഹമുള്ളവരെ കരുതിയിരിക്കണം, ഒരുങ്ങിയിരിക്കണം. ആ എണ്ണ സ്നേഹമുള്ളവരെ കർത്താവിന്റെ കരുണയല്ലേ? കർത്താവിന്റെ സ്നേഹമല്ലേ? കർത്താവ് കാണിച്ചു തന്ന പങ്കുവെപ്പല്ലേ? കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ആ ശൂന്യവൽക്കരണമല്ലേ? കർത്താവ് നമുക്ക് കാണിച്ചു തന്ന എളിമയുടെ മനോഭാവമല്ലേ? സ്നേഹമുള്ളവരെ, ആ ഒരു വിളക്ക് കൈ സൂക്ഷിച്ച് ആ വിളക്കിൽ ആവശ്യത്തിന് കരുണയുടെ, സ്നേഹത്തിന്റെ, പങ്കുവെപ്പിന്റെ എണ്ണയുണ്ടോ എന്ന് പരിശോധിക്കേണ്ട നാളുകളായത്. ഈ നോമ്പിന്റെ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ സ്നേഹമുള്ളവരെ, കർത്താവ് ഈശോ മിശിഹായുടെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ ഒരു ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. കാരുണ്യത്തിന്റെ, കരുണയുടെ സ്വഭാവം, പങ്കുവെപ്പിന്റെ സ്വഭാവം. ഇന്നു മുതൽ സ്നേഹമുള്ളവരെ നമ്മുടെ മുഖത്ത് നോക്കുന്നവർ ക്രിസ്തുവിനെ കാണട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മുടെ കണ്ണുകളിൽ നോക്കുമ്പോൾ അവിടെ കർത്താവിന്റെ കരുണയുടെ മുഖം ഒന്ന് കാണട്ടെ. നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ ജീവിത ശൈലികളെ ഉൾക്കൊള്ളാൻ പറ്റാതെ നമ്മളെ മാറ്റി നിർത്തപ്പെട്ടവരുണ്ടെങ്കിൽ അവർ ഇന്നു മുതൽ നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ അവരെ ക്രിസ്തുവിന്റെ കരുണയുടെ മുഖം ഒന്ന് കാണട്ടെ. വിശുദ്ധ മദർ തെരേസ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു വ്യക്തിയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹവും കരുണയും അയാളെ അംഗീകരിക്കാൻ നിങ്ങൾക്ക് കാരണമാകും. നിങ്ങളൊരു വ്യക്തിയെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മദർ തെരേസ പറഞ്ഞു വെക്കുകയാണ്, ആ സ്നേഹവും കരുണയും ആ വ്യക്തിയുടെ കുറവുകളോട് കൂടി അവളെ സ്നേഹിക്കാൻ, ആ വ്യക്തിയെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് കാരണമാകും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിലും പോരായ്മയുണ്ടെങ്കിലും സ്നേഹമുള്ളവരെ, അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ മുഖത്ത് അവന് ക്രിസ്തുവിന്റെ കാരുണ്യം കാണാൻ പറ്റും. വിശുദ്ധ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത്, ചിന്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ
നമ്മൾ പരിശ്രമിക്കുന്നത് ഈ ക്രിസ്തുവിൻ്റെ ഒരു കാരുണ്യത്തിൻ്റെ മനോഭാവമാണ്. പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ പൂർണ്ണത യേശു ക്രിസ്തുവിലൂടെ ഈ ലോകത്ത് വെളിപ്പെട്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, ഈ നാളുകളിൽ ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട കരുണയുടെ രൂപം സഭയിൽ, സമൂഹത്തിൽ, കുടുംബത്തിൽ, ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, എൻ്റെ ജീവിത വഴികളിൽ, എൻ്റെ പ്രവർത്തന മേഖലകളിൽ, ഞാനുമായിട്ട് ബന്ധപ്പെടുന്നവരിൽ, സ്നേഹമുള്ളവരെ, ആ ക്രിസ്തുവിൻ്റെ കരുണയുടെ രൂപം എന്നിലൂടെ പൂർത്തീകരിക്കണമെന്ന് കർത്താവ് ഈ നാളുകളിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ഈ സ്വഭാവം പുറത്താക്കപ്പെട്ടവരെ അകത്താക്കുന്ന വിശാലമായ ആ കരങ്ങളുടെ വിസ്തൃതി, എല്ലാവർക്കും വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഹൃദയത്തിൻ്റെ വിശാലത, ആ കരുണയുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ ആഗ്രഹത്തോടെ, സ്നേഹമുള്ള അതിയായ പ്രാർത്ഥനയോടെ നമുക്ക് പരിശ്രമിക്കാം. ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ ആ ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമായി നമ്മുടെ ജീവിത വഴികളിൽ മാറാൻ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, കണ്ണുകളടച്ച് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കണ്ണുകൾ അത് ക്രിസ്തുവിൻ്റെ കണ്ണുകളായി മാറണം. എൻ്റെ മുഖം അത് ക്രിസ്തുവിൻ്റെ മുഖമായി മാറണം. സ്നേഹമുള്ളവരെ, നമ്മൾ കുരിശിൻ്റെ വഴികളിൽ ധ്യാനിക്കുന്നില്ലേ? വെറോനിക്ക കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് തൻ്റെ തൂവാല കൊണ്ട് കർത്താവിൻ്റെ തിരുമുഖം തുടച്ചു. കർത്താവിൻ്റെ മുഖം ആ തൂവാലയിൽ പതിപ്പിക്കപ്പെട്ടു. സ്നേഹമുള്ളവരെ, നമ്മുടെ മുഖം ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ മുഖമാകണം. നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിൻ്റെ കരുണയുടെ കണ്ണുകളാവണം. നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ വാക്കുകളാകണം. തൻ്റെ അരികിൽ വന്ന ജീവിതം തകർന്നവരോട് സാരമില്ലെന്ന് പറഞ്ഞ് ഹൃദയത്തോടുകൂടി ചേർത്ത് പിടിച്ച കർത്താവിൻ്റെ മനോഭാവം ഉണ്ടാകണം. നായിനിലെ വിധവയുടെ കണ്ണുകളിലേക്ക് നോക്കി, നിറഞ്ഞൊഴുകുന്ന കണ്ണുകളിലേക്ക് നോക്കി ഈശോന് കരയണ്ട കേട്ടോ, കരുണയാ. ആ വാക്കുകളിലൂടെ ഒഴുകുക കരുണ. ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി കർത്താവിന്റെ മുഖത്തേക്ക് ദയനീയതയോടെ നോക്കി കുഷ്ഠരോഗി വിളിച്ചു പറയുക, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടോ എന്നെ ശുദ്ധനാക്കാൻ? കർത്താവിന്റെ വാക്കുകൾ കരുണയിലൂടെ പുറത്തു വരികയാണ്. എനിക്ക് മനസ്സുണ്ട്. ഈശോയുടെ കാരുണ്യം. സ്നേഹമുള്ളവരെ, നമ്മുടെ നോട്ടം, നമ്മുടെ വാക്കുകൾ, നമ്മുടെ സ്പർശനം, നമ്മുടെ ജീവിത സാന്നിധ്യം, നമ്മുടെ ജീവിത വഴികള് ക്രിസ്തുവിൻ്റെ കാരുണ്യത്തിൻ്റെ സ്വഭാവമായി മാറാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ സ്വർഗത്തിലെ ദൈവമേ, അവിടുത്തെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ യേശു ക്രിസ്തുവിൻ്റെ കരുണയുടെ അഭിഷേകം, ആ കാരുണ്യത്തിൻ്റെ മുഖം ഈ നോമ്പിൻ്റെ വഴികളിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിക്കണേ. ഈ രക്ഷയിലേക്കുള്ള യാത്രയിൽ കർത്താവ് ഈശോ മിശിഹായെ ഹൃദയത്തിൽ സ്വന്തമാക്കാനുള്ള ഈ പരിത്യാഗത്തിന്റെ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ കാരുണ്യത്തിന്റെ കൈകളും കാലുകളും കണ്ണുകളും അധരങ്ങളുമാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണേ. പ്രാർത്ഥിച്ചേ, കൃപ തരണേ ഈശോയെ. മറ്റൊരു ക്രിസ്തുവായി മാറാൻ കൃപ തരണേ ഈശോയെ. തകർന്നവരുടെ ഇടയിൽ ക്രിസ്തുവായി മാറാൻ കൃപ തരണേ ഈശോയെ. തകർന്നു പോയവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ കണ്ണുകളായി ഞങ്ങളെ മാറ്റണേ കർത്താവേ. തള്ളിക്കളഞ്ഞവരുടെ കാതുകളിൽ ക്രിസ്തുവിന്റെ സ്വരമായി ഞങ്ങളെ മാറ്റണേ കർത്താവേ. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുടെ അരികിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യമാക്കി ഞങ്ങളെ മാറ്റണേ കർത്താവേ. പ്രാർത്ഥിച്ചേ സ്നേഹമുള്ളവരെ. സ്വർഗീയ കൃപ നിറയട്ടെ കർത്താവേ. കൃപ നിറയട്ടെ, സ്വർഗീയ സാന്നിധ്യം നിറയട്ടെ കർത്താവേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും ദൈവീക ശക്തി വന്ന് നിറയട്ടെ കർത്താവേ. ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും തലമുറകളിലും ദൈവ കരുണ വന്ന് നിറയട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:50 അവിടുന്ന് എന്റെ ഭക്തരോട് തലമുറകളോളം കരുണ കാണിക്കും. കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തിന്റെ കരങ്ങൾ ഈ ശുശ്രൂഷ സ്വീകരിക്കുന്ന എല്ലാവരുടെ മേലും കുടുംബങ്ങളുടെ മേലും അവരുടെ തലമുറയുടെ മേലും കർത്താവേ നദി പോലെ ഒഴുകപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
സ്വർഗീയ ശക്തി നിറയട്ടെ, നിറയട്ടെ, സ്വർഗീയ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. സ്വർഗീയ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ. സാന്നിധ്യം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. എന്നെ കരുണതൻ മുഖമാക്കി മാറ്റേണമേ. ഈശോയെ പ്രാർത്ഥിക്കുന്നു. സ്വാർത്ഥതയെല്ലാം മാറ്റേണമേ. ദൈവമേ, എന്നെ കരുണതൻ മുഖമാക്കി ഞങ്ങളുടെ മാറ്റേണമേ. ഹൃദയത്തെ വിശാലമാക്കണേ കർത്താവേ. സ്വാർത്ഥതയെല്ലാം മാറ്റേണമേ. ഈശോ, അന്നമില്ലാത്തോർക്ക് ആഹാരമായിടുവാൻ അപ്പമായി എന്നെ മാറ്റേണമേ. അന്നമില്ലാത്തോർക്ക് ആഹാരമായിടുവാൻ അപ്പമായി എന്നെ മാറ്റേണമേ. എന്റെ മാതാപിതാക്കളോട് കരുണ കാണിക്കാം, എന്റെ ജീവിത പങ്കാളിയോട് കരുണ കാണിക്കാം, എന്റെ മക്കളോട് കരുണയുള്ളവരായി മാറും, എന്റെ പ്രിയപ്പെട്ടവരോട് കരുണയുള്ളവരായി മാറും. ലോകത്തിൽ പാപി എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവരോട് കരുണയോടെ ചേർത്ത് പിടിക്കാം. കർത്താവ്, ഈ ലോകത്തിൽ കൊള്ളുവേലെന്ന് പറഞ്ഞ് തള്ളിക്കളയവരെ കരുണയോടെ ഹൃദയത്തോട് ചേർത്ത് പൊത്തിപ്പിടിക്കാൻ കർത്താവിന്റെ കാരുണ്യത്തിന്റെ സ്വഭാവം ഞങ്ങൾക്ക് നൽകണേ. നമ്മുടെ കാരുണ്യത്തിന്റെ മനോഭാവം ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ കരുണയുടെ കണ്ണുകൾ ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ കരുണയുടെ കരങ്ങൾ ഞങ്ങളിലേക്ക് നൽകണേ കർത്താവേ. കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈശോ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തി നിറയട്ടെ, അഭിഷേകം വന്ന് നിറയട്ടെ, സാന്നിധ്യം വന്ന് നിറയട്ടെ. മഞ്ഞുപോലെ പ്രാർത്ഥിക്കുന്നവരുടെ സ്ഥലങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം വന്ന് ഇറങ്ങട്ടെ. ഈശോയെ, കരുണയോടെ രോഗികളെ സ്പർശിക്കണമേ, കരുണയോടെ കുടുംബങ്ങളെ സ്പർശിക്കണമേ, അകന്നുപോയ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കണമേ, ചിതറിപ്പോയ കുടുംബങ്ങളെ ഒന്നിപ്പിക്കണമേ, നിരാശ കഴിയുന്നവർക്ക് പ്രത്യാശ നൽകണമേ, ഒറ്റപ്പെട്ട് കഴിയുന്നവരെ ചേർത്ത് പിടിക്കണമേ, തകർക്കപ്പെട്ടവരെ പണിതുയർത്തണമേ, തകർന്നവരെ കൈപിടിച്ചുയർത്തണമേ, ഇടറിപ്പോയ കാൽമുട്ടുകളെ ബലപ്പെടുത്തണമേ. ഈശോ, ആരാധന, ആരാധന, ആരാധന. ഈശോ, ആരാധന, ആരാധന. ഈശോ, ആരാധന, ആരാധന. ഈശോ, ആരാധന, ഈശോ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, വലിയ സൗഖ്യം ഒഴുകിയിറങ്ങട്ടെ. കരുണയോടെ സ്പർശിക്കണേ കർത്താവേ. കുടുംബങ്ങളെ സ്പർശിക്കണേ കർത്താവേ. ദേശങ്ങളെ സ്പർശിക്കണേ കർത്താവേ. കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. യുവജനങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. വാർദ്ധക്യത്തിനെ സ്പർശിക്കണേ കർത്താവേ. കാലങ്ങളായി തളർന്നു കിടക്കുന്നവരെ സ്പർശിക്കണേ കർത്താവേ. കാലങ്ങളായി രോഗത്തിൽ കിടക്കുന്നവരെ സ്പർശിക്കണേ കർത്താവേ. ആരാധന, ആരാധന, ആരാധന. എന്നെ കരുണതൻ മുഖമാക്കി മാറ്റേണമേ. അങ്ങയുടെ മുഖം ഞങ്ങളിൽ പതിപ്പിച്ചുറപ്പും സ്വാർത്ഥതയെല്ലാം മാറ്റേണമേ. ക്രൂശിതനായ കർത്താവേ, അങ്ങയുടെ തിരുമുഖം ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ, മാറ്റേണമേ. സ്വാർത്ഥതയെല്ലാം മാറ്റേണമേ. സ്വാർത്ഥതയെല്ലാം മാറ്റേണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ശാലോം ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്നവരെ, ശാലോമിനെ സ്നേഹിക്കുന്നവരെ, എല്ലാ പ്രിയപ്പെട്ട ദൈവജനത്തിനും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ ജനന തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും മംഗളങ്ങളും സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.